ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ തുടർച്ചയായിട്ടാണ്. കിണറ്റിലെ വെള്ളം എങ്ങനെ ക്ലീൻ ആക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ലൈൻ ഫിൽട്ടർ പിടിക്കുന്ന കാര്യത്തെ പറ്റി. അതിന് ഒരുപാട് പേര് പ്ലംബർമാരായിട്ടുള്ള ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് അങ്ങനെയല്ല ഫിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കി ഈ രീതിയിൽ വേണം ലൈൻ ഫിൽട്ടർ വെക്കാനുള്ളത്. ലൈൻ ഫിൽട്ടർ എങ്ങനെയാണ് വെക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണുന്നതിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന പോലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്ന്, ഞാൻ കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. സംക്രാന്തിയിൽ ചെറുപുഷ്പം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ കടയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി തന്ന ഒരു രണ്ട് ഫിൽറ്ററുകളാണിത്. ഇത് രണ്ട് ഫിൽറ്ററുകൾക്കും രണ്ട് ഉപയോഗമാണുള്ളത്. ഇത് രണ്ടും കാഴ്ചയ്ക്ക് ഒരുപോലെയാണെങ്കിലും ഉപയോഗം രണ്ട് രീതിയിലാണ്. ഇത് ഒരെണ്ണം സ്ക്രീൻ ഫിൽറ്ററും ഒരെണ്ണം ഡിസ്ക് ഫിൽറ്ററുമാണ്. അതിൻ്റെ വ്യത്യാസങ്ങളാണ് പറയുന്നത്, എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നുള്ളതും ഡിസ്ക് ഫിൽറ്റർ എന്താണ്, സ്ക്രീൻ ഫിൽറ്റർ എന്താ എന്നുള്ളതാണ് ഈ വീഡിയോ പരാമർശിക്കുന്നത്. നിങ്ങൾ തുറന്ന് വീഡിയോ കാണുക. ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇത് സ്ക്രീൻ ഫിൽറ്ററാണ്. സ്ക്രീൻ ഫിൽറ്ററിൻ്റെ ഗുണം, ഇതിനകത്തൊരു നെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഈ സ്ക്രീൻ കണ്ടോ, ഇതിനകത്തൊരു നെറ്റ് പോലെയാണ്. ഈ വെള്ളം ഇതിൻ്റെ അകത്ത് വന്ന് വീഴുകയും അകത്തൂടെ തന്നെ വെള്ളം പുറത്തേക്ക് വന്ന് ചെളിയെല്ലാം അകത്ത് നിൽക്കും. ഈ നെറ്റിൻ്റെ അകത്ത് ചെളി നിൽക്കും. ആ ചെളി നമുക്ക് ഈ പുറവശത്തെ വാൽവ് വഴി തുറന്നു വിട്ട് കഴിഞ്ഞാൽ അകത്തുനിന്നുള്ള ചെളി അകത്തൂടെ തന്നെ കടന്നു പോകും. ഒരു നേരെ ഉള്ള ഒരു ഹോളാണ് ഈ സ്ക്രീൻ ഫിൽറ്ററിനുള്ള, ഡയറക്റ്റ് ഹോളാണ്. ആ ഡയറക്റ്റ് ഹോളിലോട്ട് ഈ സംഗതി കയറുന്നു. ഇതിൻ്റെ അകത്തെ ഈ വാൽവിൻ്റെ അകത്തുനിന്നുള്ള ഡയറക്റ്റായിട്ട് ഈ നെറ്റ് കാണുക. ഈ നെറ്റിൻ്റെ അകത്ത് വെള്ളം അകത്തൂടെ അരിച്ച് ചെളി, കരട്, പൂപ്പൽ, പായൽ എന്നിവയിൽ ഇതിൻ്റെ അകത്ത് കിടക്കും. നമ്മൾ ഈ വാൽവിൻ്റെ പുറവശം അഴിച്ചു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പുറത്തോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകും. നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പിടിപ്പിക്കുന്ന രീതിയാണ് ഒരു തർക്കവിഷയമായിട്ട് നിൽക്കുന്നത്. ഈ സ്ക്രീൻ ഫിൽറ്റർ എപ്പോഴും പിടിപ്പിക്കേണ്ടത് ഈ ഡയറക്ഷനിലാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലെവലിലാണ് പിടിപ്പിക്കുന്നത്, വെർട്ടിക്കലല്ല. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരട്ടാണ്. തിരിച്ച് ഈ ശരിക്കുള്ള സ്ക്രീൻ ഫിൽറ്റർ ഇങ്ങനെ പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ചാലുള്ള ഗുണം, ഇത് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ താഴേക്കായിട്ട് നിൽക്കും. ഇത് വൈ ഷേപ്പിലല്ല. വൈ ഷേപ്പിൽ പിടിപ്പിക്കേണ്ട എപ്പോഴും ഡിസ്ക് ഫിൽറ്ററാണ്. ഇതിൻ്റെ പുറവശം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഈ മുറമായിട്ട് അങ്ങനെ അഴിക്കാൻ പറ്റും. ഇത് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. ഇതിന് സ്പാനർ തരുന്നുണ്ടോ, ഈ സ്പാനർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഈ സ്പാനറിൻ്റെ ഗുണം, ഇത് വേറെ കിട്ടുന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇതിനോടടുത്ത് തന്നെ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിട്ട്, ഒരു ആണി അടിച്ചാണെങ്കിൽ അല്ല പൈപ്പിൻ്റെ ലൈനിൽ കെട്ടിയിടുക. ഇത് നമുക്ക് നിർബന്ധമായിട്ടും ഇത് ടൈറ്റ് ചെയ്തിരുത്തില്ലെങ്കിൽ ഇതിനകത്തോടെ വെള്ളം ലീക്ക് ചെയ്യും. ഇത് ഈ ഫിൽറ്റർ വെക്കുന്നുണ്ടുള്ളൂ. ഈ ഫിൽറ്റർ രണ്ട് രീതിയിൽ വെക്കാം കേട്ടോ. ടാങ്കിൽ നിന്ന് മോട്ടർ എടുത്ത് മോട്ടർ വഴി നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്തോട്ടുള്ള കണക്ഷൻ, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന ലൈനിലും ഈ സ്ക്രീൻ ഫിൽറ്റർ വെക്കാം. എന്നാൽ ഡിസ്ക് ഫിൽറ്റർ വെക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു പോകും. സ്ക്രീൻ ഫിൽറ്റർ വെക്കാൻ പറ്റും. അപ്പം കിണറ്റിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വാട്ടർ സപ്ലൈയുടെ കണക്ഷനാണ് ഉള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ പൊടി കരട് എല്ലാം തന്നെ വരുന്ന ടാങ്കിലോട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ഈ സ്ക്രീൻ ഫിൽറ്റർ ക്ലീൻ ചെയ്യും. അത് നമ്മൾ ഒരുപാട് കരടില്ലാത്തതാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. കരടും അങ്ങനെ അഴുക്ക് ഒരുപാടുള്ളതാണെങ്കിൽ ഒരു മാസത്തിൽ ഇതിൻ്റെ പുറവശം തുറന്നു കൊടുത്താൽ മതി. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ സംഗതി രണ്ടും ഒരു വീട്ടിൽ രണ്ടും ഒന്നിച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഒരു രീതിയിലുള്ള കുഴപ്പം വരത്തില്ല. നിങ്ങൾ ഇത് രണ്ടും വാങ്ങിച്ചു നോക്കുക. വലിയ വില വരുന്നില്ല. ഈ സ്ക്രീൻ ഫിൽറ്ററിന് വളരെ വില കുറവാണ്. 1500 രൂപയോളം ഉള്ളൂ ഈ ബ്രാൻഡിന്. ഈ ബ്രാൻഡിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രൊമോഷൻ വീഡിയോ അല്ലാത്തതുകൊണ്ട് ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും. പല കമ്പനികളുടെ ഉണ്ട്, പല രീതിയിലുള്ളതുണ്ട്. ഇതിന് 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട് ഈ സ്ക്രീൻ ഫിൽറ്ററിനും ഡിസ്ക് ഫിൽറ്ററിനും. അപ്പം ഇത് ഒരു അത്യാവശ്യമായ ഘടകമാണ്. സാധാരണ വീടുകളിലെല്ലാം പഴയ വീട്ടിൽ വെക്കാം, പുതിയ വീട്ടിൽ വെക്കാം. ഇനി നിങ്ങൾ പുതിയ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾക്കും നിലവിൽ നിൽക്കുന്ന വീടുകൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ സ്ക്രീൻ ഫിൽറ്ററിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇത് ടാങ്കിൻ്റെ അകത്തുനിന്നുള്ള ലൈനിലും വെക്കാം, പുറത്ത് ടാങ്കിൽ മോട്ടർ വരുന്ന ലൈനിൻ്റെ അകത്തും ഇത് പിടിപ്പിക്കാൻ പറ്റും. കാരണം ഇതിന് വലിയ ഫോഴ്സ് വ്യത്യാസം വരുന്നില്ല. പിടിപ്പിക്കേണ്ട ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ ഡയറക്ഷൻ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിലോട്ട് വെള്ളം പോകുന്നിടത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഫോഴ്സ് വെള്ളം കിട്ടുകയും ചെയ്യും. കരട്, അഴുക്ക്, പൊടി എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യും. ആ സേവ് ചെയ്യുന്ന സാധനം പുറവശം തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ തുറന്നു വിട്ടാൽ മതി. ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ മാത്രം നോക്കുക. അതുപോലെ തന്നെയാണ് ഡിസ്ക് ഫിൽറ്ററും. ഡിസ്ക് ഫിൽറ്റർ പിടിപ്പിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിലും ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ ഡയറക്ഷനിലായിരിക്കും ഡിസ്ക് ഫിൽറ്റർ പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ പിടിപ്പിക്കാവുള്ളൂ. അതിൻ്റെ കാരണം ഡിസ്ക് ഫിൽറ്ററിൻ്റെ അകത്ത് മാത്രം വെള്ളം വന്ന് വീഴുന്നത് പുറത്തോട്ട്, അതായത് ആ ഡിസ്കിൻ്റെ അതിൻ്റെ അകത്തുള്ള ആ സ്ക്രീനിൻ്റെ പുറകുവശത്തേക്കാണ്, ആ റിങ്സിൻ്റെ പുറത്തുവശത്തെയാണ് വെള്ളം വന്ന് വീഴുന്നത്. അവിടുന്ന് അരിച്ച് വെള്ളം ഇറങ്ങിയാണ് താഴമ്പഴി പോകുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ചെളി വന്ന് പിടിപ്പിക്കേണ്ട ഭാഗം
ഇതിങ്ങനെ പിടിപ്പിച്ചാൽ മാത്രമേ പുറവശം കഴിക്കാൻ പറ്റത്തുള്ളൂ. ചെളി വന്ന് കയറേണ്ട ഭാഗം ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം, ഡയറക്ഷൻ മാറിപ്പോരുത്. ഈ ഡയറക്ഷനിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ക്ലീൻ ചെയ്യാനും ഉള്ളൂ. നോക്കുക, ഈ ഡിസ്ക് നിൽക്കുന്നതാണ് ഉണ്ടോ? ഈ ഡിസ്ക് ഇങ്ങനെ ഒരു മൈക്രോണിന് ചേർത്ത് വെച്ചേക്കുന്നത്. ഇത് ലൂസ് ചെയ്ത് നിർത്താം കേട്ടോ, വളരെ ലൂസ് ചെയ്ത് നിർത്താം. ഈ ഫിൽറ്ററിന്റെ അകത്തെ ഇതിന്റെ ഹോള് കാണിക്കാം. ഇത് ഡയറക്ഷൻ വേറെയുള്ള മുകളിൽ നിന്ന് താഴേക്കൊരു ഹോളാണ് വന്നിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന്, അതായത് ഈ ഹോള് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്തോട്ടൊരു വേറൊരു ഹോളിലോട്ട് വന്നിറങ്ങിയിട്ടാണ് താഴേക്ക് പോകുന്നത്. മറ്റൊരു ഡയറക്റ്റ് വരികയായിരുന്നു. ഇത് നേരെ ശരിക്കും പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ പൊസിഷൻ തന്നെ പിടിപ്പിക്കണം. ഈ റിങ്സ് വെക്കുന്നതുണ്ട്, ഈ അകത്തോട്ടേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. പിന്നെ അത് ലോക്കൊന്നുമില്ല. ഇത് അടിച്ച് ക്ലീൻ ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കുക, അത് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യാനുള്ള സ്പാനർ കളയരുത്, പ്രത്യേകം പറയുന്നു. അപ്പോൾ വീണ്ടും പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് ഗുണം പൂർണ്ണമായിട്ട് കിട്ടണം. ഇത് രണ്ടും വെക്കും നമ്മൾ ഗുണം കിട്ടണമെങ്കിൽ ഈ ഡയറക്ഷനിൽ വെക്കാൻ ഡിസ്ക് വെക്കാൻ. ഡിസ്കിൻ്റെ അകത്തോട്ട് വെള്ളം വീഴുന്ന ഇത് ചെറിയ ജസ്റ്റ് ഒരു ഹോൾ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഈ ഹോളിൽ കൂടെ ഇറങ്ങി വെള്ളം ഇതിന്റെ മുകളിൽ വഴിയാണ് അകത്തേക്ക് പോകുന്നത്, ഫിൽട്ടർ ചെയ്യുന്നത്. റിങ്സിന്റെ അകത്താണ് വെള്ളം ശുദ്ധീകരിച്ച് താഴോട്ട് പോകുന്നത്. ചെളി എല്ലാം റിങ്സിന്റെ മുകളിൽ നിൽക്കും. റിങ്സിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഗുണം ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ പൊക്കി വെക്കുന്ന ഭാഗത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രഷറിൽ ചെളി പുറത്തോട്ട് പൊക്കോളും. അകത്തേക്ക് തലതിരിച്ചാൽ എങ്ങനെ വെക്കുന്നെങ്കിൽ ഈ ഹോളിന്റെ അകത്തോട്ട്, ഈ റിങ്സിന്റെ അകത്തോട്ട് വെള്ളം വന്നിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ചെളി അകത്ത് നീക്കിയോളും, പുറത്തോട്ട് പോകത്തില്ല ഒരു കാരണവശാലും. അത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാണ്ട് ഇതിന് ഹോളില്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഡിസ്കിന്റെ ഇതുണ്ടോ, ഡിസ്കിന്റെ എൻഡ് ഭാഗം ക്ലോസ്ഡ് ആണ്. ഇതിൽ ഒരു കാരണവശാലും ചെളി പുറത്തേക്ക് വരും. ഇത് തിങ്ങി നിൽക്കുകയാണ്, റിങ്സ് എല്ലാം തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് ഭാഗത്തോട്ട് പുറത്തോട്ട് പോരത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പുറവശ വാൽവ് തുറക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഗുണവും ഉണ്ടാകുകയില്ല. ഇവിടെ നമ്മൾ തുറന്നു വെച്ചെന്ന് വിചാരിക്കുക, ഇത് തുറന്നു വിട്ടാലും വെള്ളം പുറത്ത് പോകുന്നല്ലാതെ ചെളി പോകത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട രീതികൾ രണ്ട് ഡയറക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡയറക്ഷനിൽ വെക്കാവുള്ളൂ. ഈ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നോക്കുക, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക് വെക്കേണ്ട രീതി പറഞ്ഞു തന്നിരുന്നു. കൈ പിടിച്ചപ്പോൾ ഇങ്ങനെ കാണി തലതിരിച്ചെങ്കിലും ഈ ഡയറക്ഷനിലേ ഉള്ളൂ ഡിസ്ക് വെക്കാവുള്ളൂ. ഇത് വൈ ഷേപ്പ് എന്ന് പറയുന്ന കാര്യം ഡിസ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വെക്കേണ്ട സ്ഥലവും നമ്മുടെ ടാങ്കിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്ന ഭാഗത്ത് മാത്രമേ വെക്കാവുള്ളൂ. ടാങ്കിൽ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനകത്തേക്ക് വരുന്ന ലൈനിൽ മാത്രം വെക്കുക. ഇത് 2 ഇഞ്ചിൻ്റെയാണ്, 1.5 ഇഞ്ചിൻ്റെ ഉണ്ട്, 3/4 ഇഞ്ചിൻ്റെ ഉണ്ട്, 1.25 ഇഞ്ചിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൂട്ട്, നിങ്ങളുടെ വീട്ടിൽ ഏതാണോ പൈപ്പ് വരുന്നത് അതിനനുസരിച്ചുള്ള വെക്കുക. ഇത് വെക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, ഫോഴ്സിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഈ ഡിസ്കിൻ്റെ അകത്തോടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്, വെള്ളത്തിന് ടാങ്ക്. അതുകൊണ്ട് നമ്മൾ കുറേ ഹൈറ്റിൽ ടാങ്ക് വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീടുകളാണെങ്കിൽ ഹൈറ്റിൽ വെക്കുക. വില്ലകളോ അങ്ങനെയുള്ള ഫ്ലാറ്റുകളാണോ കുഴപ്പമില്ല, അവർക്ക് ഒരുപാട് മുകളിലായിരിക്കും ടാങ്ക് ഇരിക്കുന്നത്, ഒരു പ്രശ്നം വരത്തില്ല. അല്ലാത്ത ഭാഗങ്ങളിൽ ഇത് ഒരു ശകലം ടാങ്ക് നന്നായിട്ട് 10 അടിയെങ്കിലും ഏറ്റവും കുറഞ്ഞ് പൊക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് പ്രശ്നം കിട്ടും. ചെറിയ പ്രശ്നം കുറയാൻ പറയുന്ന കാര്യം ഡിസ്കിൻ്റെ അകത്തോട്ട് വെള്ളം വരുമ്പം ഒരു ഫ്ലോയ്ക്ക് വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇത് വെക്കുക. ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടില്ലാത്ത, പായലില്ലാത്ത, പൂപ്പലില്ലാത്ത നല്ല വെള്ളം നമുക്ക് കിട്ടും. ശുദ്ധീകരിക്കുന്നില്ല വെള്ളം കേട്ടോ, ഒരു കാരണവശാൽ അങ്ങനെ ചിന്തിക്കരുത്. വെള്ളം ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്ത് നല്ല കണ്ണീര് പോലെ വെള്ളം ആക്കത്തില്ല, കരടുകളെല്ലാം തന്നെ കളയും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൈപ്പുകൾ, കണക്ഷൻ വന്നേക്കുന്ന എല്ലാ സംഗതികൾക്കും അത് ഗുണകരമാണ്. നമ്മുടെ വാഷിംഗ് മെഷീനും നല്ലതാണ്. നമ്മുടെ വാട്ടർ ഫിൽട്ടർ വീട്ടിലുണ്ടെങ്കിൽ അതിന് നല്ലതാണ്, കരടില്ലാതിരിക്കും. നമ്മുടെ അതുപോലെ തന്നെ ബാത്റൂമിലുള്ള എല്ലാ എക്യുപ്മെന്റ്സിനും, ലൈനുകൾക്കും, പോകാനും എല്ലാത്തിനും എല്ലാ സംഗതിക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ തുറന്ന് വാങ്ങിക്കുക. പഴയ വീട്ടിലും പുതിയ വീട്ടിലും വെക്കാവുന്ന സംഗതിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. ഇതിന് ചെറിയ വിലയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. വാറണ്ടി 5 വർഷത്തേക്കുണ്ട്. തുടർന്നുള്ള വീഡിയോകൾ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ വേണം ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയെ പൈപ്പ് ലൈനെ കാണിച്ചുകൊണ്ട് കാണിക്കുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിൽ പിടിപ്പിച്ചേക്കുന്ന ഡിസ്കിൻ്റെയാണ്, ഡിസ്ക് ഫിൽറ്ററാണ്. ലൈനില്ലാത്ത ഡിസ്ക്. ഇത് തലതിരിച്ചാണ് പിടിപ്പിച്ചേക്കുന്നത്. അന്നത്തെ പമ്പറിൻ്റെ അറിവില്ലാഴ് കൊണ്ടും നമുക്കും അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു കാരണവശാലും ഇങ്ങനെ വെക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതും പറഞ്ഞു, ഇങ്ങനെ വെച്ചാൽ ഉള്ള ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എപ്പോഴും തിരിച്ചാണ് വെക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ വെക്കേണ്ട ഫിൽറ്റർ ഇതിനകത്ത് ഡിസ്ക്കാണ് വരുന്നത്. ഈ ഡിസ്കിൻ്റെ സ്ഥാനത്ത് ഇത് കാണുക, ഈ വെക്കേണ്ട പൊസിഷനിൽ ഈ പറഞ്ഞ ലൈൻ ഫിൽറ്റർ ആയിരുന്നെങ്കിൽ കറക്റ്റാണ്. ലൈൻ ഫിൽറ്റർ വെക്കേണ്ട എപ്പോഴും ഇങ്ങനെയാണ്, ഈ രീതിയിൽ വെക്കുക. ഇത് ഈ പൊസിഷനിൽ വെക്കേണ്ടത് കറക്റ്റാണ്. ഈ ഫിൽറ്റർ ആയിരിക്കണം. ഈ ഫിൽറ്റർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈൻ നോക്കുക, കണ്ടോ? ഈ ലൈൻ നോക്കുക, ഇതിൻ്റെ അകംവശം കാണുക, ആ ഹോള് കണ്ടോ? ആ സംഗതി ലൈൻ ഫിൽറ്ററിന് എപ്പോഴും ഡിസ്ക് ഫിൽറ്റർ പിടിപ്പിക്കുമ്പോൾ ഡിസ്ക് ഫിൽറ്റർ ഇങ്ങനെ പിടിപ്പിക്കുക. ഈ ടൈപ്പിൽ പിടിക്കരുത്. ഈ ടൈപ്പിൽ പിടിപ്പിക്കേണ്ട സ്ക്രീൻ ഫിൽറ്റർ ആണ്. ഡിസ്ക് ഫിൽറ്റർ ഒരു കാരണവശാലും ഇങ്ങനെ പിടിപ്പിക്കരുത്. ഈ ഡയറക്ഷൻ പിടിപ്പിക്കുക.
ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, തിരിച്ച് താഴമ്പശം പോയി നമുക്ക് വീട്ടിലോട്ട് ഉപയോഗിക്കാൻ ഇങ്ങനെ വരുന്നു. ഈ വാൽവിൻ്റെ ഇവിടം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൂടെ, റിങ്സിൻ്റെ പുറത്തൂടെ വരുന്ന ആ വെള്ളത്തിലെ ചെളികൾ മുഴുവൻ ഇതിലെ വഴി ഔട്ട് പോയിക്കോളും. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. മാസത്തിൽ ഒരിക്കൽ മാത്രമല്ല, 2 മാസം കൂടുമ്പോൾ ചെളി ഉള്ളിടത്താണെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വീണ്ടും പറഞ്ഞു ഡിസ്കിൻ്റെ ഫിൽറ്റർ എങ്ങനെ വെക്കുക, സ്ക്രീൻ ഫിൽറ്റർ തിരിച്ചും പിടിക്കുക. സ്ക്രീൻ ഫിൽറ്ററിൻ്റെ അകത്ത് ഒരു രീതി പോലും സ്ക്രീൻ ഫിൽറ്റർ വെക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെ വെച്ചാലേ ഗുണം കിട്ടത്തുള്ളൂ. ഈ സ്ക്രീൻ ഫിൽറ്റർ 2 രീതി വെക്കാം. അതായത് സ്ക്രീൻ ഫിൽറ്റർ ഇത് നമുക്ക് കിണറ്റിൽ നിന്ന് വരുന്ന മോട്ടറിൽ വരുന്ന വെള്ളം മുകളിലോട്ട് പോകുന്ന ഇവിടെയും പിടിപ്പിക്കുക. ഈ സ്ക്രീൻ ഫിൽറ്റർ ഇങ്ങനെ പിടിപ്പിക്കാം. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഇവിടുന്ന് വെള്ളം കയറി ഇവിടെ തന്നെ ഈ സ്ക്രീൻ നെറ്റായതുകൊണ്ട് ഇതിനകത്ത് ഈ ചെളികളോ കുഞ്ഞു കരടുകളോ ഒക്കെ കയറുന്നതെല്ലാം ഇതിനകത്ത് ആയിക്കോളും. പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും, ഈസിയാണ്. എന്നാൽ ലൈനിൽ നിന്ന് വരുന്ന, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം തീർച്ചയായും ഇതിൻ്റെ അകത്തോടെ വരേണ്ടതാണ്. ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് വന്ന് ഫിൽഡ് ചെയ്യണം. ഇത് ഈ ഇരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണ്. ഡിസ്ക് തലതിരിച്ചാണ് പിടിപ്പിക്കേണ്ടത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് കരട്, കല്ല്, പൂപ്പല്, പായൽ എന്നിവയെല്ലാം നീക്കി നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ കലങ്ങിയ വെള്ളം തെളിക്കുമെന്നുള്ളതല്ല, നല്ല സുന്ദരമായ വെള്ളം നമുക്ക് വീട്ടിൽ കരടില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. നന്നായിട്ട് കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെയാണ്, ചെറിയ കരട്, പൂപ്പലോ പായലോ ഒക്കെ നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിനകത്ത് വരും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഇത് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഗുണം, അതിൻ്റെ കരട് വരത്തില്ല. പൈപ്പ് ലൈനകത്താണെങ്കിലും വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് പോകുന്ന വെള്ളമാണെങ്കിലും വാട്ടർ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് പോകുന്നതൊക്കെ കരടില്ലാതെ നല്ല വെള്ളം കിട്ടുവാൻ ഇങ്ങനത്തെ സാധനം നിർബന്ധമായിട്ട് പിടിപ്പിക്കേണ്ട രീതികളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു. നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഈ 2 ടൈപ്പുള്ള സാധനം വാങ്ങിക്കുക. ഈ 2 ടൈപ്പിനും ഏറെക്കുറെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീൻ ഫിൽറ്ററിന് വരുന്നതിന് 1500 രൂപ വിലയെ വരുള്ളൂ. സ്ക്രീൻ ഫിൽറ്റർ വരുന്നത്, ഡിസ്ക് ഫിൽറ്റർ വരുന്നത് 2000 രൂപ, 1750 രൂപ മുകളിലോട്ടുണ്ട്. പല കമ്പനികളിലുണ്ട്. 5 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള സാധനമാണ്, ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. അപ്പം ഗ്യാരണ്ടി ഉള്ള സാധനം തന്നെ നോക്കി വാങ്ങിക്കാം. 5 കൊല്ലത്തേക്കും ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വെക്കാനുള്ള ഒരു സ്പാനർ പോലത്തെ സാധനമുണ്ട്. അത് ഇതുപോലെ തന്നെ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടുക. നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും ആ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് വരേണ്ട ആളുകൊണ്ട് ഇത് കളയരുത്. ഇതിനോട് ചേർത്ത് തന്നെ ഇത് പോയെങ്കിൽ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഈ പിടിപ്പിക്കുന്നതിനോടത്ത് ഈ സ്പാനർ ഇതിനോട് ചേർത്ത് വെക്കുക. ഈ 2 സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ക്രീൻ ഫിൽറ്ററിന്റെ വില വരുന്നത് 1500 രൂപയും അതിന്റെ താഴെയുള്ള വിലയുണ്ട്. അതിന് മുകളിലോട്ട് പല കമ്പനികൾക്ക് പല വിലയായിരിക്കും. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾക്ക് രണ്ടിനും ഡിസ്ക് ഫിൽറ്ററിന് 1750 രൂപയും സ്ക്രീൻ ഫിൽറ്ററിന് വില കുറവാണ്, 1500 രൂപയേ ഉള്ളൂ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.